യെസ് വിപിൻ, ഇവിടെ ഇപ്പോൾ എൽ ഡി എഫ് ക്യാമ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വലിയ ആത്മവിശ്വാസം എൽ ഡി എഫ് ക്യാമ്പിനുണ്ട്. ആ CPM-ന്റെ സ്ഥാനാർത്ഥി തന്നെ സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കാൻ അവിടെ എത്തിയിരിക്കുന്നു. ഒരു സ്വതന്ത്രനല്ല ഇത്തവണ എൽ ഡി എഫിനായി അവിടെ മത്സരിക്കുന്നത്, അതൊരു പ്രത്യേകതയാണ്. പക്ഷേ അവിടെ ഈ സ്വന്തം സ്ഥാനാർത്ഥിയുടെ സ്വന്തം ചിഹ്നത്തിൽ മത്സരിച്ച ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഒടുവിൽ പി ശ്രീരാമകൃഷ്ണൻ അടക്കമുള്ളവർ നോക്കുകയാണെങ്കിൽ ഒരു തിരിച്ചടിയാണ് അന്നൊക്കെ എൽ ഡി എഫിൽ ഉണ്ടായിട്ടുള്ളത്. അത് ഇത്തവണ പക്ഷേ മാറിയ രാഷ്ട്രീയ സാഹചര്യം എന്നാണ് ഇതിനെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കം പറഞ്ഞിരിക്കുന്നത്. എന്താണ് ആ മാറിയ രാഷ്ട്രീയ സാഹചര്യം? അവിടെ എന്തുകൊണ്ടാണ് ഇത്തവണ CPM വിജയം ഉറപ്പ് എന്ന് പറയുന്നത്? അത് എം സ്വരാജിന്റെ ഒരു വ്യക്തിപ്രഭാവം മാത്രമാണോ, നാട്ടുകാരെന്ന നിലയിലുള്ള ഒരു പ്ലസ് പോയിന്റ് ആണോ, മറ്റെന്തൊക്കെ ഘടകങ്ങളെ മുൻനിർത്തിയാണ് LDF ഇത്തവണ വിജയം ഉറപ്പാണ് എന്ന് പറയുന്നത്? വിപിൻ, പ്രധാനമായും വികസന നേട്ടങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രചാരണമാകുമെന്നുള്ളത് ആദ്യഘട്ടത്തിൽ തന്നെ വ്യക്തമായിരുന്നു. അത് ഒന്നാമത്തെ കാര്യം. മറ്റൊന്നുള്ളത്, എം സ്വരാജ് എന്നുള്ള ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തിന് തന്നെ മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ച് ഇപ്പൊ അടുത്ത കാലത്തൊന്നും ഒരു പാർട്ടി ചിഹ്നത്തിൽ ഒരാളെ മത്സരിപ്പിക്കാത്തൊരു സ്ഥലത്ത് എം സ്വരാജ് തന്നെ സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ അത് പാർട്ടി വോട്ടുകളൊന്നും തന്നെ പുറത്തേക്ക് പോകില്ല, അതെല്ലാം തന്നെ ഒറ്റക്കെട്ടായിട്ട് ഉണ്ടാകുമെന്നുള്ള ആത്മവിശ്വാസം വലിയ തോതിൽ തന്നെയുണ്ട്. ഇപ്പോൾ CPM-നെ സംബന്ധിച്ച് PV അൻവർ മറുപാളയത്തിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്നു എന്നുണ്ടെങ്കിൽ പോലും CPM-ലെ DYF-ലെ ചിലരൊക്കെ PV അൻവറിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുമോ എന്നൊക്കെയുള്ള ഒരു ആശങ്ക, അല്ലെങ്കിൽ അതിനനുകൂലമായിട്ട് നിൽക്കാനൊക്കെയുള്ള ഒരു സാധ്യത ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണെങ്കിൽ ഉണ്ടാകുമായിരുന്നു. പക്ഷേ അത് മറികടക്കാൻ കൂടി എം സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് കഴിയുമെന്നുള്ളത് അവർ വിശ്വസിക്കുന്നുണ്ട്. അതുകൂടി ഒരു അനുകൂല സാഹചര്യമാണ്. അപ്പോൾ വികസന നേട്ടങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ അത് ഈ നിലമ്പൂരിൽ ചെയ്തിട്ടുള്ളതായാലും, അല്ലെങ്കിൽ ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞത് നിലമ്പൂർ ബൈപ്പാസിനെ സംബന്ധിച്ചിട്ടുള്ളതായിരുന്നു. അതിന് ധനാനുമതി കൊടുത്തുകൊണ്ടായിരുന്നു ആദ്യത്തെ ഒരു തുടക്കം. ഈ നിലമ്പൂരിനെ സംബന്ധിച്ചൊരു തുടക്കം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ തൊട്ട് ഒരു 2 ആഴ്ച മുൻപായിരുന്നു അതിന് ധനാനുമതി കൊടുത്തത്. അതോടുകൂടി ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ വരെ ബൈപ്പാസ് കൂട്ടായ്മ തീരുമാനിക്കുകയും അതൊരു വലിയ ഒരു രാഷ്ട്രീയ ആയുധമായി തന്നെ UDF ഒക്കെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കെയാണ് അത്തരത്തിലൊരു നീക്കം സർക്കാർ നടത്തിയത്. അതുകൊണ്ട് തന്നെ അവർ സ്ഥാനാർത്ഥിയിൽ നിന്ന് പിൻവാങ്ങി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇത്തരത്തിൽ വലിയ വികസന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ അതിനോടൊപ്പം ഇവിടെ നിന്നിരുന്ന, അതായത് പാർലമെന്റിൽ പ്രിയങ്ക ഗാന്ധിയുടെ അഭാവം ഉൾപ്പെടെയുള്ളവ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു പ്രചാരണമായിരിക്കും വരും ദിവസങ്ങളിൽ ഉണ്ടാവുക. രാഷ്ട്രീയമായ കാര്യങ്ങളായിരിക്കും സജീവ ചർച്ച ചെയ്യുക എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഈ നേതാക്കളൊക്കെ വ്യക്തമാക്കുന്നത് അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ്. കാരണം ഇവിടുത്തെ MP ആയിട്ടുള്ള പ്രിയങ്ക ഗാന്ധി വഖഫ് ബില്ലിന്റെ ഒക്കെ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാട്, അല്ലെങ്കിൽ അവരുടെ അസാന്നിധ്യമൊക്കെ ഇനി വരും ദിവസങ്ങളിൽ ചർച്ചയാകുമെന്നുള്ളത് ഉറപ്പാണ്. അതിൽ കൃത്യമായി ഊന്നിക്കൊണ്ട് തന്നെയായിരിക്കും LDF-ന്റെ പ്രചാരണം. അതിന് ആദ്യത്തെ ദിവസം തന്നെ 2 റോഡ് ഷോകളുമായി കളം നിറയുന്നു LDF. യെസ്, അതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ. എന്തായാലും നിലമ്പൂരിലെ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ 2006 അന്നത്തെ തെരഞ്ഞെടുപ്പിൽ അന്ന് P ശ്രീരാമകൃഷ്ണൻ CPM സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിച്ചതിന് പിന്നീട് ഇങ്ങോട്ടൊക്കെ LDF-ന്റെ സ്വന്തം സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സരിക്കാനുണ്ടായത്. പക്ഷേ 2006 P ശ്രീരാമകൃഷ്ണൻ അവിടെ പരാജയപ്പെട്ടിരുന്നു. അന്ന് ആര്യാടൻ മുഹമ്മദാണ് അവിടെ ജയിക്കുകയും ചെയ്തത്. ഏതാണ്ട് 87,522 വോട്ടുകൾ ആര്യാടൻ മുഹമ്മദിനും 69,452 വോട്ട് അന്ന് P ശ്രീരാമകൃഷ്ണനും കിട്ടുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനത്തെ സാഹചര്യമല്ല, അതിനൊക്കെ വലിയ മാറ്റം വന്നിട്ടുണ്ട് എന്നാണ് ഈ 19 വർഷങ്ങൾക്ക് ഇപ്പുറം LDF-നും CPM-ഉം അതിനെ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ എം സ്വരാജിന് വിജയം ഉറപ്പാണ് എന്നാണ് ആ ക്യാമ്പിന്റെ ആത്മവിശ്വാസം.